Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 19 വ്യാഴാഴ്ച ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ ചെറിയ പെരുന്നാൾ നാളെയായിരിക്കുമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് ഔദ്യോഗികമായി അറിയിച്ചു. സുപ്രീം കൗൺസിൽ ആസ്ഥാനത്ത് ചേർന്ന പ്രത്യേക സമിതി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത്. ഈ വേളയിൽ ബഹ്റിൻ ഭരണാധികാരികൾക്കും ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾക്കും സമിതി പെരുന്നാൾ ആശംസകൾ നേർന്നു. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് മാർച്ച് 24 ചൊവ്വാഴ്ച വരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. മേഖലയിലെ സവിശേഷ സാഹചര്യം പരിഗണിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള ചരക്കുനീക്കം സുഗമമാക്കാൻ താൽക്കാലിക എക്സെപ്ഷണൽ ലോജിസ്റ്റിക്കൽ ട്രാൻസിറ്റ് സംവിധാനം ഏർപ്പെടുത്തിയതായി ബഹ്റിൻ കസ്റ്റംസ് മേധാവി ഷെയ്ഖ് അഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ അറിയിച്ചു. GCC കസ്റ്റംസ് യൂണിറ്റിന്റെ തീരുമാനപ്രകാരം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ അതിർത്തികളിലെ കസ്റ്റംസ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടും. ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ എന്നിവയുടെ നീക്കത്തിന് മുൻഗണന നൽകുന്നതിനൊപ്പം പ്രവർത്തന ചെലവ് കുറയ്ക്കാനും സാമ്പത്തിക ഐക്യം ശക്തിപ്പെടുത്താനും ഈ അതിവേഗ ലോജിസ്റ്റിക് ഇടനാഴി സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റിൻ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ 134 മിസൈലുകളും 238 ഡ്രോണുകളും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തെന്ന് പ്രതിരോധ സേന അറിയിച്ചു. സൈന്യത്തിന്റെ ഉയർന്ന യുദ്ധസന്നദ്ധതയിൽ അഭിമാനമുണ്ടെന്നും രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനറൽ കമാൻഡ് വ്യക്തമാക്കി. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സൈന്യം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും നിർദ്ദേശിച്ചു. Your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് പശ്ചിമേഷ്യയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം സൽമാനിയ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ക്യാമ്പിൽ 70ഓളം പേർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, വൈസ് പ്രസിഡന്റ് അഖിൽ താമരശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ വിവിധ ഭാരവാഹികൾ പങ്കെടുത്തു. അടിയന്തര സാഹചര്യങ്ങളിൽ എപ്പോഴും രക്തം നൽകാൻ സന്നദ്ധമാണെന്നും കൂടുതൽ വിവരങ്ങൾക്ക് ചാരിറ്റി വിംഗ് കൺവീനർ സജിത്തിനെ 36270501 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഈ വർഷത്തെ ഇഫ്താർ സംഗമത്തിന് പകരം ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. അസ്കറിലെ പ്രമുഖ കമ്പനിയിലെ 300-ലധികം തൊഴിലാളികൾക്കാണ് കിറ്റുകൾ എത്തിച്ചു നൽകിയത്. അസോസിയേഷൻ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ നിന്നുള്ള തുകയും വിഷ്ണു ദേവാഞ്ജനത്തിന്റെ സഹകരണവും പ്രയോജനപ്പെടുത്തിയാണ് ഈ കാരുണ്യ പ്രവൃത്തി നടത്തിയത്. ആക്ടിംഗ് പ്രസിഡന്റ് മോൻസി ബാബു, സെക്രട്ടറി സുനു കുരുവിള എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങൾ വിതരണത്തിന് നേതൃത്വം നൽകി. ബഹ്റിനിലെ കർബാബാദിൽ വീടിന് തീപിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തെ തുടർന്ന് സിവിൽ ഡിഫൻസ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ കൃത്യമായി നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.